ഒരു ആക്ഷൻ മൂവിയാണ്. നിങ്ങളെല്ലാവരും കണ്ടോ? നിങ്ങളും കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത്രേ ഉള്ളൂ, അടിപൊളിയാ. പിന്നെ അതിൻ്റെ എഫേർട്ട് ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു ലൊക്കേഷനിൽ. ഇങ്ങനെ ഒരാഴ്ച പോയപ്പോൾ ഇവരുടെ ആ ഒരു മൂവി എടുത്തതിൻ്റെ എഫേർട്ടൊക്കെ കണ്ടായിരുന്നു. സോ നല്ല മൂവി, എല്ലാവരും വന്ന് കാണുക. ഇത് കാണുന്ന എല്ലാവരോടും പറയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക മാക്സിമം. താങ്ക് യു. ഇൻഡസ്ട്രിയിലത്തെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലത്തെ എല്ലാവരും ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ നമുക്ക് ഒരു ഭാഗമായിട്ട് അഭിനയിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമായിരുന്നു. എല്ലാവർക്കും നല്ല റെസ്പോൺസ്. താങ്ക് യു. വ്യത്യസ്തമായിട്ടുള്ളൊരു ഗെറ്റപ്പാണ് നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ജഗദീഷേട്ടനൊന്നും പറയാനില്ല, കാരണം അദ്ദേഹം എടുക്കുന്നത് ഓരോ കഥാപാത്രങ്ങളും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജഗദീഷേട്ടൻ കലക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ DOP ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ഷൻ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, നമ്മൾ തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാടിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തേക്കുന്ന ഈ ചിത്രം കാടിൻ്റെ മക്കളുടെ ഒരു കഥയും കൂടിയാണ് ഈ സിനിമ. കാരണം അതിൽ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരും ഇതൊക്കെ കണ്ട് ഇവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കാട്ടുവള്ളക്കാരുടെ സിനിമയാണ് ഇത്. നല്ല രീതി എന്തോ ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല കാർ ചേസിങ്ങും പിന്നെ കടലിൽ എടുത്തേക്കുന്ന ബോട്ടിലുള്ള ഒരു ആക്ഷൻ സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് നല്ലൊരു ചിത്രമാണ്. പെപ്പട എന്താ പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞത് പെപ്പക്ക് ഒരു വ്യത്യസ്ത ഗെറ്റപ്പ്, നല്ലൊരു ഗെറ്റപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഇത്രയും നാൾ വന്നതിൽ ഇദ്ദേഹം ഒരു നല്ല ആക്ഷൻ ഗെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ആയാലും പെപ്പ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവസാനം എന്തോ ടിസ്റ്റ് ഉണ്ട്, അത് വന്ന് ചിത്രം വന്ന് കണ്ടു തന്നെ മനസ്സിലാക്കുക. നമ്മൾ ടിസ്റ്റ് പറഞ്ഞിട്ട് അതിൻ്റെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കളയുന്നില്ല. യദു കൃഷ്ണൻ എന്നാണ്. അതെ. അപ്പോൾ എനിക്കിപ്പോൾ നന്ദി പറയാനുള്ള ഷെരീഫിൻ്റെ അടുത്താണ്. ഷെരീഫ് ഖാൻ, പോളേട്ടൻ, എന്താ പറയുക, ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റിലൂടെ ഒരു ഫസ്റ്റ് ഫിലിമിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല, വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനിയും നല്ല നല്ല ഫിലിമുകൾ കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. എല്ലാവരും ഫിലിം കണ്ടില്ലേ? എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും വന്ന് കാണാം, ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് കാണാം ഫിലിം. കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പം ഇതെന്താ പറയുക, എല്ലാം ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളെല്ലാവരും കൂടെ ഈ സിനിമ കണ്ടിട്ട് പറയൂ. ഒരു അടിപൊളി ആക്ഷൻ പടം തന്നെയായിരിക്കും. നിങ്ങളൊക്കെ കണ്ടിട്ട് വേണം ഞങ്ങളൊക്കെ എങ്ങനെ അഭിനയിച്ചു എന്നുള്ളത് പറയാൻ. അതും എല്ലാവരും കാണാം. നല്ല മൂവിയാണ്, ആക്ഷൻ മൂവിയാണ്. പക്ഷേ 18+ ആണെങ്കിലും അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല, എല്ലാ കുട്ടികൾക്കും കാണാം. ഒരു ആക്ഷൻ മൂവി, നല്ല പ്രേക്ഷകരെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. നല്ലൊരു മൂവിയാണ്. നല്ല ഈയിടയ്ക്ക് ഇറങ്ങിയ എല്ലാ ആക്ഷൻ വളരെ ഗംഭീരമായിരുന്നു. നല്ല പടമാണ്. ഇനി ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് സമയം അല്ലെങ്കിൽ കണ്ടിരിക്കാൻ ഗംഭീര പടമാണ്. പടം നല്ല കിട്ടിപ്പടം. അല്ല, ഷെരീഫ് ഖാൻ എനിക്ക് ആക്ച്വലി ഒരു ബിഗ് ബ്രദറിനെ പോലെയാണ്. നമുക്ക് എൻ്റെ ഒരു ചേട്ടനാണ്. ആക്ച്വലി നമ്മളെ സ്നേഹിക്കാനും ചെയ്തു പറയാനും എല്ലാം അധികാരമുള്ളൊരു പുള്ളിയാണ്. അപ്പോൾ ആ സിനിമയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമാണ്. പുള്ളിയുടെ ഒരു പ്രൊഡക്ഷനിൽ അന്യഭാഷകളിൽ കൂടുതലും ക്യാമിയോ റോളുകളായിട്ട് വരുന്നുണ്ട്. ഇവിടത്തിലും ക്യാമിയോ ആയിട്ട് ആക്ച്വലി ഞാൻ കൂടുതൽ പരസ്യങ്ങളാണ് അഭിനയിക്കുന്നത്. സിനിമകൾ ഇങ്ങനെ ചെറിയ ചെറിയ ക്യാമിയോ ആയിട്ട് വരുന്നത്. ഇനി വലിയ ക്യാമിയോ ആവട്ടെ. ഡോക്ടറിന് ഇഷ്ടപ്പെട്ടാ എങ്ങനെ ഈ വേഷങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ല, എന്നെ തിരഞ്ഞെടുത്തതാ. പക്ഷെ ഇപ്പോൾ ആട് നോക്കിയാലും ഫിലിംസ് നോക്കിയാലും അല്ലെങ്കിൽ സിനിമകൾ നോക്കിയാലും ഓരോ ക്യാരക്ടറിന് കുറേ ഗെറ്റപ്പുകൾ മാറി 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 ട്രൈ ചെയ്യുന്നുണ്ട്. ആഡ്സ് കൂടുതലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫണ്ണി ആയിട്ട് ചെയ്യുന്നല്ലോ. പക്ഷെ ഇതിൽ നേരെ ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. അത് ഓരോരോ ക്യാരക്ടറിനനുസരിച്ച്. പിന്നെ എന്തോ പുള്ളിക്ക് എന്നെ കണ്ടപ്പോൾ ഡോക്ടറാക്കാൻ തോന്നി, വേറെ ഡോക്ടറാക്കി, അത്രേ ഉള്ളൂ. ഇനിയും ഷെരീഫ് മുഹമ്മദ് പടങ്ങളിൽ അല്ലെങ്കിൽ ക്യൂബ്സിൻ്റെ പടങ്ങളിൽ സാന്നിധ്യം ഉണ്ടാവും. അല്ല, ചാൻസ് ചോദിക്കലാണല്ലോ നമ്മുടെ ഇത്. ചോദിക്കും, കിട്ടുകയാണെങ്കിൽ അഭിനയിക്കും. എല്ലാ പടങ്ങളിലും ചോദിക്കും, എല്ലാ ഡയറക്ടേഴ്സിനും എടുത്ത് ചോദിക്കും. ഓക്കെ, താങ്ക് യു. ഒരു ബിഗ് സ്ക്രീനിൽ വന്നതിൻ്റെ കുറേ ചേഞ്ചസ് ശരിക്കും ഉണ്ടായിരുന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയ നല്ലൊരു സന്തോഷം. പിന്നെ ഈ ഒരു ക്യാരക്ടർ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫേസിൽ റിവീൽ ചെയ്യാറുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം മാക്സിമം മാനേജ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു സിനിമയുടെ. മൊത്തത്തിൽ നമ്മൾ ചെറിയ സ്ക്രീനിൽ വരുമ്പോഴും നമുക്കൊരു ഷൂട്ട് കിട്ടുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു ലിമിറ്റഡ് ഫ്രെയിംസ് ഉണ്ട്, അതായത് ലിമിറ്റഡ് കാര്യങ്ങളുണ്ട്. പക്ഷെ മൂവിയിൽ വരുമ്പോഴും നമുക്ക് ടെക്നിക്കൽ സൈഡായ പാടം തീർത്ത് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പെപ്പയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നോ, ഒരു കാട്ടാള അറക്കൊല്ലി സാധനം. ആക്ഷൻ നല്ല പെരുപ്പിച്ചിട്ടുള്ള ഇടി, നല്ല കിൻഡൽ ഇടി പറഞ്ഞാൽ മതി. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. കപിൽ സിംഗ് ആയിക്കോട്ടെ, സുനിൽ ആയിക്കോട്ടെ, ജഗദീഷ് ആയിക്കോട്ടെ.
മേക്കിംഗ് ആണ് എടുത്ത് പറയേണ്ടത്. നല്ല മേക്കിംഗ് ആണ്. നല്ലൊരു മേക്കിംഗ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കണ്ടിരിക്കാം. നമ്മൾ വലിയ ലോജിക്കൊന്നും നോക്കണ്ട. പടമാണ് കയറി കഴിഞ്ഞാൽ ഇടിയോട് ഇടി, ലാസ്റ്റ് ചതച്ചോട് ചതച്ച്. മാർക്കോൻ്റെ ഇതിലേക്കൊക്കെ വരുന്നുണ്ട്. മാർക്കോൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ആരും തിയേറ്റർ വിട്ട് പോയത്. ലാസ്റ്റ് ആ ഒരു ഇതൊക്കെ കാണണം. എന്തായാലും പെപ്പയ്ക്ക് വമ്പൻ തിരിച്ചുവരവാണ്. അതെ, കാണേണ്ട ഒരു സാധനം തന്നെയാണ്. പിന്നെ നമ്മൾ വേറെ പടത്തിനായിട്ടും കമ്പയർ ചെയ്തത് ഇത് വേറെ പടം, മാർക്കോ വേറെ. അങ്ങനെ മാർക്കോന്റെ ഭാഗമാണോ, മാർക്കോന്റെ ഹൈപ്പ് അങ്ങനെ അങ്ങനെ ഒരു രീതിയാണ്. ഇത് നമ്മൾ അതിലൊന്നും ടച്ച് ചെയ്യാത്തൊരു പടമാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു കാട്ടാനേനെ ഇറക്കി വിട്ടേക്കാണ്. അവൻ അഴിഞ്ഞാടുകയാണ്. കുറച്ചൊക്കെയാണെങ്കിൽ നല്ല ഉൾക്കാഴ്ച കിട്ടണം. വിശദമായ ജീവിതത്തിൽ ഭാവിയിലേക്ക് നമ്മുടെ കൂടെ മറ്റുള്ള ആന്റണി വർഗീസ് പെപ്പയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. ഞാൻ ഉൾക്കാഴ്ചയിൽ പറയുന്നത് പലരും ഭാവിയിലേക്ക് ഉണ്ടാവും. ആ ജീവിതം മറ്റൊക്കെ മാതൃകയാവും. ബാഹ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കുടുംബസമേതം കണ്ട ഒരു സമയം എല്ലാവർക്കും ആറ്റിൻ്റെ ഒരു പടം കാട്ടാൻ നമുക്ക് ഒരു മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടും. പെപ്പയുടെ ഇടിയുടെ ഫാനാണോ? ഇടിയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് അതുപോലെ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊരു വളരെ സ്റ്റൈലിലൊക്കെ ആയിരുന്നു. അതൊക്കെ കുഴപ്പമില്ല. അത് ഞാൻ ഭാഗ്യമായിട്ട് ഇടി സൂപ്പർ ഇടിയ, നമുക്ക് ഇടിക്കാൻ തോന്നും. അത്ര ഇടിയ, നല്ല അടിപൊളി ഇടിയ. ശരിക്കും കുറച്ച് വയലൻസ് ഉള്ള പടമാണെങ്കിലും നല്ല മെസ്സേജുള്ള പടങ്ങളും വയലൻസ് കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ തപ്പി പിടിച്ചെടുക്കുന്നതാണ് ഓരോ പടങ്ങളും. ഇങ്ങനെ ഷെരീഫ് അടുത്ത് അങ്ങനത്തെ ഫിലിംസാണ് വരുന്നത്, അതുകൊണ്ടായിരിക്കാം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോളും എല്ലാവരും, ഷമീർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു.